ഹായ് ഫ്രണ്ട്സ് സ്റ്റോറിയിട്ട് പോവാം. അങ്ങനെ ജാതകത്തിനെല്ലാം നോക്കിയായിരുന്നു. അവിടെ നോക്കിയായിരുന്നു എല്ലാവരും ജാതകം എന്ന് പറഞ്ഞാൽ അതിൽ സെറ്റാകുന്നില്ല. ഇപ്പോൾ 7 പേർക്ക് സാഡായിരുന്നു. ഇപ്പോൾ അത് സാഡായിട്ട് ഓർക്കായിരുന്നു. ഹീറോയിൻ മമ്മിക്കൊരു ഓർമ്മ വന്നായിരുന്നു. ഇപ്പോൾ എന്താ ചെയ്യാമെന്ന് പറയായിരുന്നു. ഇപ്പോൾ എന്താ ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞ ഒരാൾ പറയായിരുന്നു. അങ്ങനെയായിട്ട് എന്താ ചെയ്യുക ഇത് ചെയ്യാമെന്നറിയില്ല. ഹീറോയിൻ്റെ മമ്മിക്ക് ഒന്ന് ഓർമ്മ വന്നായിരുന്നു. അങ്ങനെ ഹീറോയിൻ്റെ ജാതകം നോക്കും. അപ്പോൾ ജാതകം കൊടുത്തായിരുന്നു. അതെല്ലാം ഷാക്കായിരുന്നു. എന്താ എന്ന് പറയായിരുന്നു. അന്നേരം പറയുന്നത് ഇതിലവൻ്റെ ജാതകം നല്ല ജാതകമാണ്, ഇവള് ഏത് മാരേജ് നടക്കണം എന്നിട്ട് ആ ജാതകത്തിലുണ്ടായിരുന്നു. ഇവളെ ജാതകം പറഞ്ഞാൽ ഇവളെ ഏത് മാരേജ് കഴിക്കണമെന്ന് പറഞ്ഞു. ഹീറോയിൻ്റെ ജാതകം നല്ല ജാതകമാണ് എന്ന് പറയാണ്. ജിന്നിക്ക് എന്നെ മാരേജ് കഴിക്കാം എന്ന് പറഞ്ഞു. ജിന്നാണ് വേണ്ടത്, അതുകൊണ്ട് ജിന്നിക്ക് 7 പേർക്ക് മാരേജ് സാഡാവും എന്ന് പറഞ്ഞായിരുന്നു. ജാതകം ഹീറോയ്ക്ക് മാരേജ് കഴിക്കുക, ബാക്കി ഗേൾസിനെല്ലാം നോക്കാമെന്ന് വെച്ച് ഇങ്ങനെ നോക്കാമെന്ന് പറഞ്ഞു. ഫ്രണ്ടിനോട് പറഞ്ഞു നോക്കാം എന്ന് പറഞ്ഞു. അറിയുന്നവരുണ്ട് കുറച്ച്, അവരോട് പറയാൻ എൻ്റെ മകൾ ഫസ്റ്റ് ജിനിക്ക് ബാക്കി 6 ഗേൾസിനോട് സംസാരിക്കാമെന്ന് പറഞ്ഞാൽ അവരുണ്ടായിരുന്നായിരുന്നു. അങ്ങനെയായിട്ട് പറഞ്ഞു ചേച്ചി മാരേജ് പറയുമ്പോൾ ഹീറോയിൻ മമ്മി ഷോക്ക്. ഈ ഏത് മാരേജ് എന്ന് പറയുന്നു. നല്ല സന്തോഷം ജീവിക്കൂ, അത് മാത്രമല്ല ഇവർക്ക് മാരേജ് കഴിച്ച് കൊടുക്കണമെന്ന് പറയായിരുന്നു. ഇത് കേട്ട് ജിന്നിൻ്റെ മമ്മി ഡാഡിക്ക് വ്യത്യാസം പറഞ്ഞു. മമ്മി ഡാഡിക്ക് ഷോക്കായിരുന്നു. അവർക്ക് കേട്ടായിരുന്നു. അപ്പോൾ ഹീറോയ്ക്ക് അവർക്ക് മാരേജ് കഴിക്കാം എന്ന് അവർ സംസാരിക്കുക പ്ലാൻ ചെയ്ത് തുടങ്ങിയായിരുന്നു. ശരി ഓക്കെ എന്ന് പറയായിരുന്നു. അങ്ങനെ ഹീറോയ്ക്ക് അവർ പീറ്റേഴ്സ് മെമ്പർ കൂടെ ഹീറോയ്ക്ക് മാരേജ് ആയി. പീറ്റേഴ്സ് മെമ്പർ ഷാക്ക് എന്താ ഒരു പെണ്ണ എന്ന് പറഞ്ഞാൽ അവർക്ക് ഷാക്കായിരുന്നു. അങ്ങനായിട്ട് അവർ വേറെ ഇല്ല എന്ന് പറഞ്ഞാൽ അവർ മാരേജ് കഴിച്ചായിരുന്നു. ഹീറോയിനെ നന്നായിട്ട് ക്യാരിങ് ചെയ്യുമായിരുന്നു. 7 പേരെ ഹീറോയിൻ നന്നായിട്ട് ക്യാരി ചെയ്യും. അതുമാത്രമല്ല അവർ പറഞ്ഞ അവർ ഓർന്ന ജോബായിരുന്നു. അതുകൊണ്ട് ഹീറോയിനെ അവർ ഭയങ്കര ക്യാരിങ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. ജിൻ പറഞ്ഞ ഡോക്ടറാണ്. അതെ ജിന്ന്, അതായത് ജിൻ പറഞ്ഞ ഇപ്പോൾ സിറ്റിയിലുള്ള സിറ്റിയിലാണ് ഉള്ളത്. അവരെല്ലാം സിറ്റിക്കല്ലേ വന്ന് പോവുക ഹോസ്പിറ്റലിൽ. അതായത് ജിൻ പിറ്റേ ഡാഡി പറയായിരുന്നു. അവർക്ക് ഹീറോയിൻ്റെ ചേട്ടൻ പറയായിരുന്നു എന്താ ചെയ്യാന്ന് പറഞ്ഞത്. അങ്ങനെ പീറ്റേഴ്സ് മെമ്പർക്ക് വലുതൊരു ചേട്ടനുണ്ടായിരുന്നു. ഇവർ കടക്കുട്ടിയാണ്. 7 പേർ ഇത് പറയായിരുന്നു. അവർ ചേട്ടൻ പറയുന്നത് അവർ കഷ്ടപ്പെട്ട് അവർ പഠിപ്പിച്ചിട്ട് അങ്ങനെ വെളിനാട്ടിൽ പഠിപ്പിച്ചിട്ടായിരുന്നു. ഇങ്ങനെ അവർ സിറ്റിക്ക് പോകാൻ പറഞ്ഞു. സിറ്റിയിലെ ഒരു വീട് വാങ്ങിയായിരുന്നു. ആ വീട്ടിലെ ഹീറോയിനെ ജിൻ ഡോക്ടറാണ്. ജിൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വരും. ഷുഗ പറഞ്ഞ ഒരു ബിസിനസ്മാനാണ്. ഒരു കമ്പനി ഒരു കമ്പനിയാണ്. ആഡ് പറഞ്ഞ ചെറിയ കമ്പനി ബിസിനസ് കമ്പനിയാണ്. സിറ്റി സെൻട്രലിൽ ഷുഗ കൊണ്ടു റിച്ച് ബിസിനസ്മാനാണ്. അതുമാത്രമല്ല ജെ ഹോപ്പ് പറഞ്ഞ ഒരു ഡാൻസ് ആ ഒരു ആഡൽ കമ്പനി വെച്ച് ആഡൽ ആക്ടിങ് ഡാൻസ് അങ്ങനെ മൂവി വെച്ച് കമ്പനി വെച്ച് നമ്മളെ ഡാൻസ് കമ്പനി വെച്ച് റൺ ചെയ്യുവാണ്. അതുമാത്രമല്ല ആനം പറഞ്ഞ ഒരു കോളേജ് വെച്ച് റൺ ചെയ്യാമായിരുന്നു. ജിമ്മിന് പറഞ്ഞ മൂവി ഡയറക്ടറാണ്. മൂവി എടുക്കുന്ന ഡയറക്ടറാണ്. അതിൽ ഇത് ഡയറക്ടർ മാത്രമല്ല, അത് ഒരു ഹോസ്റ്റൽ അത് പണം കൊടുത്ത് ഒരു ചെയർമാൻ മതി. വി പറഞ്ഞ മ്യൂസിക് കിങ് റെക്കോർഡ് മീ അതെല്ലാം ചെയ്യുന്നത് വി പറഞ്ഞ ഒരു ആക്ടറാക്കും. ഒരു ആക്ടറും വി ഒരു ആക്ടറാണ്. പിന്നെ ചങ്കൊക്കെ ഒരു മോഡൽ ആക്ടറാണ്. അങ്ങനെ 2 പേരും ആക്ടിങ് ഭയങ്കര ചെയ്യും. നന്നായിട്ട് അവർ മൂവിയിൽ നന്നായിട്ട് അഭിനയിക്കും. ഹീറോയുടെ ഷാക്കായിരുന്നു. പാവ ഹീറോയിൻ എല്ലാം കൺഫ്യൂസായിട്ട് നോക്കാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയിൻ ഭയങ്കര ഹാപ്പിയാവും. അവരുടെ ഹീറോയിനെ തന്നെ കാര്യം ചെയ്ത് തുടങ്ങി. 7 ഗേൾസ് വേറെ ഒരു 7 ഗേൾസ് കാണാമായിരുന്നു. അങ്ങനെ ഹീറോയ്ക്ക് ഇത് ഭയങ്കര ജലസായിരുന്നു. അപ്പോൾ 7 പേർ വന്നിട്ട് ഹീറോയിൻ ഉറക്കായിരുന്നു. 7 പേർ പറയായിരുന്നു. ഫസ്റ്റ് ജിൻ ഡോക്ടർ ജിന്നിൻ്റെ ഹോസ്പിറ്റലിൽ ഡോക്ടറായിരുന്നു. ഡോക്ടർ ഗേളായിരുന്നു. പേര് സുജിയത്ത്. ജിന്നിന് അത് ഫുഡ് കൊണ്ടുവന്ന് കൊടുക്കാൻ വരുമ്പോൾ ആ പെണ്ണിങ്ങനെ ടച്ച് ചെയ്ത് ഹീറോയ്ക്ക് ജലസായിരുന്നു. ഇത് വിട്ട ശരിയല്ല. ജിന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും പോയിരുന്നു. ജിന്ന് മാത്രം ഹോസ്പിറ്റലിൽ പോകണ്ട, ഇന്ന് ലീവ് എന്ന് പറഞ്ഞിട്ട് ജിന്നിക്ക് ഒന്നും അറിയില്ലായിരുന്നു. ജിന്ന് വരുമ്പോൾ ഹീറോ ഒരു മാറി ലുക്ക് വന്നായിരുന്നു. ജിന്നിക്ക് ഷോക്കായിരുന്നു. ജിന്നെ കൂടി കിസ് ചെയ്ത് ജിന്ന് പറയുന്നത് എന്തിങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ജിന്നു കൂടെ ഹീറോയ്ക്ക് ഇങ്ങനെ ഒരു റൊമാൻസ് രാവിലെ ഒന്ന് നടന്നിരുന്നു. ജിന്ന് ഷാക്കായി ഹീറോയിനെ നോക്കുകയായിരുന്നു. ജിന്നക്ക് ഷാക്കായിരുന്നു. അങ്ങനെ ജിന്ന് ടയർഡായിട്ട് ഉറങ്ങുമായിരുന്നു. ജിന്നക്ക് ഒന്ന് ടയർഡായിരുന്നു പാവ ജിൻ. ഹീറോയി കുറച്ച് ഇതാക്കിയായിരുന്നു. പിന്നെ ജിന്ന് ശരി ഓക്കെ
അപ്പോൾ ഷുഗറിനെ കാണാൻ വേണ്ടിയിട്ട് പോയത്. ഷുഗർ ഒരു ഗോസിൻ്റെ കൂടെ ഉള്ളത് കാര്യം ഹീറോയ്ക്ക് നടക്കാൻ പറ്റില്ല. ഷുഗർ വേറെ ഗോളിൽ കൂടെ ഉണ്ട് കാര്യം ഹീറോയുടെ ഫ്രണ്ട് അയച്ചത് 7 പേർക്ക് കൂടെ ഡിറ്റക്ട് അയച്ചായിരുന്നു. ഷുഗർ ഒരു ഗോൾ കൂടെ ഷുഗറിനെ ടച്ച് ചെയ്ത് സംസാരിക്കുന്നത് കണ്ടു. ഷുഗർ വരട്ടെ എന്ന് പറഞ്ഞ ഹീറോ ടെൻഷനായിരുന്നു. നൈറ്റായിരുന്നു. ഷുഗർ ഉറങ്ങാൻ വന്നു. ഷുഗറിനെ കുറിച്ച് ഹീറോയ്ക്ക് ഷുഗർ പറയുന്നത് എന്തിനാണ് ഇതാ ചെയ്യുന്നതിന്. ഷുഗറിനെ കുറിച്ച് വെച്ച് ടോർച്ച് ചെയ്ത് ഷുഗർക്ക് എന്താ ചെയ്യില്ല. ഷുഗർ കൺട്രോൾ പോയി. അങ്ങനെ ഷുഗർ കൂടെ ഹീറോ നൈറ്റ് സ്പെൻഡ് ചെയ്തായിരുന്നു. സുഖാജിന് പറയുന്നു അപ്പാ പോയി എന്ന് പറഞ്ഞ് അവർക്ക് ഷൈയാന്ന് എങ്ങനെ ഇവിടെ പറയാമെന്ന് പറഞ്ഞ് അവർ തിരിച്ചു ഓടിയായിരുന്നു പാവം. അപ്പം ജേഹബിനെ കാണാൻ കുറച്ച് ശരിയായി എന്ന് പറഞ്ഞാൽ രാവിലെ ജേഹബിനെ കാണാൻ വേണ്ടിയിട്ട് ഉച്ചയ്ക്ക് ഫുഡ് കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ ജേഹബ് കൂടെ ഒരു കപ്പിൾ ഡാൻസ് പോലെ കളിക്കുക ഒരു ഗോൾ കണ്ട് ജേഹബിനെ ഒരു കുറച്ച് പറയുന്നവിടെ ഹീറോയ്ക്ക് ടെൻഷനായിരുന്നു. ജേഹബ് പറഞ്ഞിട്ട് എന്താ അത് ഹീറോ ക്യാബിനിക്ക് ജേഹബിനെ വിളിച്ചായിരുന്നു ഹീറോ ഏത് ബേബി എന്ന് പറയാൻ. ജേഹബിനെ മറട്ടാൻ തുടങ്ങിയായിരുന്നു. അത് ഒരു റെസ്റ്റിംഗ് റൂമുണ്ട്. ജേഹബിനെ ആ റൂം കൊണ്ടുപോയി ഹീറോ ഇങ്ങനെ ഫുഡ് കഴിച്ചായിരുന്നു. ഹീറോ ജേഹബ് കൂടെ കഴിച്ചത്. ജേഹബ് ശരി ഞാൻ പോകുന്നു പറഞ്ഞായിരുന്നു. അങ്ങനെ ജേഹബിനെ കുറിച്ച് കിസ് ചെയ്യുന്നു. ജേഹബിനെ കുറിച്ച് മറട്ടാൻ തുടങ്ങി. ജേഹബ് എന്ന് മയിലും അവിടും അങ്ങനെ ചെയ്യില്ലപ്പ എന്ന് പറഞ്ഞ് ജേഹബ് ഹീറോ കൂടെ ആയിരുന്നു. ജേഹബ് ഒരു മറട്ടാടായിരുന്നു. ജേഹബ് ഓരോ ടോർച്ച് കഴിക്കുകയില്ല. നൈറ്റ് ജേഹബ് ഇതാകാൻ ഹീറോയുടെ ഫ്രണ്ട് അയച്ചായിരുന്നു. എന്ത് പറ്റിയടി എന്നാ പൂജ പറയായിരുന്നു. മച്ചി എൻ്റെ ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത് നോക്കുമെന്ന് പറയുന്നത് അയച്ചായിരുന്നു. അവിടെ ആറമ്മ ഒരു സംസാരിച്ചുകൊണ്ടായിരുന്നു. ആറമ്മ ഒരു സെക്രട്ടറി ആയിരുന്നു. സെക്രട്ടറി ഒരു മാതിരി ആറമ്മ നോക്കാൻ സംസാരിക്കുകയായിരുന്നു. പൂജ പറഞ്ഞ ആറമ്മയുടെ കമ്പനിയാണ് ജോലി ചെയ്യുന്നത്. ഇതിനോട് ഷാക്കായിരുന്നു ഹീറോയ്ക്ക് ടെൻഷനായിരുന്നു. ആറാം പറഞ്ഞിട്ട് ആറാമ്മനെ നൈറ്റ് വെച്ച് ടോർച്ച് ചെയ്ത് ആറാം പറയുന്നത് സോറിയുടെ ബേബി അങ്ങനെ ഒന്നുമില്ല എന്ന് പറയായിരുന്നു. അങ്ങനെയായിട്ട് അവരെല്ലാം ടയർഡായിരുന്നു. ജിമ്മി കൂടെ ഒരു ആക്ടർ അഭിനയിക്കാതെ അല്ലെ ജിമ്മിന് പറഞ്ഞവരുടെ ഇത് പറഞ്ഞ സിംഗിങ് കമ്പനി വെച്ചത് ജിമ്മിന് രാവിലെ ജിമ്മിന് ലീവ് എന്ന് പറഞ്ഞു. ജിമ്മിന് മുറക്കാറ് ജിമ്മിനെ വെച്ച് ടോർച്ച് ചെയ്ത് ജിമ്മിന് വിടടി ടോർച്ചർ ചെയ്യരുത് വിടടീനെ എന്നോ ജിമ്മിന് കതറാൻ തുടങ്ങിയായിരുന്നു.